പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 97ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദേവദാസിദാസന്മാർ ദൈവമക്കൾ ഓൺലൈനിലൂടെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണത്തിൽ നമ്മുടെ ദൈവ സൃഷ്ടിക്കായി കടന്നിട്ടുള്ളത് പാസ്റ്റർ ജോസഫ് വർഗീസ് ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ദേവദാസിന്റെ സ്വദേശം മാവേലിക്കരയാണ്. ഇപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലായിരിക്കുന്നു. പ്രിയ ദേവദാസൻ ന്യൂയോർക്കിലുള്ള IPC ദൈവസഭയുടെ ശുശ്രൂഷകനാണ്. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ യുവന സന്ദേശം ഓൺലൈനിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുവരെ നാം ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈനിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യാൽ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസിക്കും ആമേൻ. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ ഞാൻ ഈ തരുണത്തിൽ അറിയിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ പരിചയപ്പെടുത്തിയ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഗ്രേസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ കേൾക്കുവാനിടയായി തീർന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് കർത്താവിന്റെ വചനം പറയുന്നു, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും, സെരുബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സ്വർഗം സന്തോഷിച്ചു എന്ന. എന്നാൽ ഒരു പണി പോലും നടക്കത്തില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഒരു കല്ല് പോലും എടുത്തു വെക്കാൻ കഴിയാതെ സെരുബാബേൽ ആമേൻ എന്ത് ചെയ്യുക, ആമേൻ പ്രയാസഘട്ടത്തിലായിരിക്കുക. അടിസ്ഥാനം ഇട്ടെങ്കിലും പണി നടക്കാതിരിക്കുമ്പോൾ സ്വർഗം പറഞ്ഞു, സെരുബാബേലിന്റെ മുൻപിലുള്ള പ്രശ്നത്തെ ഞാൻ തീർത്ത്. ഹല്ലേലൂയ. പർവ്വതം പോലെ നിൽക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും അതിനെ സമഭൂമിയാക്കും. സൈന്യത്താലല്ല, ശക്തിയാലേ അല്ല, എൻ്റെ ആത്മാവിനാൽ ഞാൻ അതിന് സാധ്യത വരുത്തും. ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ടെന്ന. ഈ ചെറിയ പ്രവർത്തനത്തെ ദൈവം ഏറ്റവും വിശാലതയിൽ കൊണ്ടുവരട്ടെ. ഗോഡ് ഈസ് ലവ് പ്രെയർ മീറ്റിംഗ് അതിന്റെ 97ാമത്തെ മീറ്റിംഗിൽ സൂം പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം മുഴുവനും യേശുവിന്റെ സ്നേഹത്തെ അറിയിക്കുവാൻ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നതിൽ ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കുടുംബത്തോട് ചേർന്ന് നിന്ന് ഈ പ്രവർത്തനങ്ങളിൽ ആയിരിക്കുന്നവരെ എല്ലാം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുപാടുവാൻ സ്വർഗമിടയാക്കിയ കർത്താവിന്റെ ദാസൻ ലിനീഷിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ പാട്ടുകളും നമുക്ക് അർത്ഥവത്തായ പാട്ടുകളായിരുന്നു എന്നുള്ളത് നാം വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ഒരു സന്ദേശം തന്നെയാണ്. അത് നമുക്ക് സൗഖ്യവും വിടുതലുമാണെന്നുള്ളത് ഞാൻ ഓർപ്പിക്കുന്നു. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി സിജി സിസ്റ്ററിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ ഡെന്നീസിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം അവരുടെ കുടുംബ ജീവിതത്തെയും ശുശ്രൂഷകളെയും എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. തന്റെ ദാസിൽ കൂടെ നല്ല സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നല്ലോ. പാടിയ കർത്താവിന്റെ ദാസിൽ നിന്ന് നല്ലൊരു സാക്ഷ്യം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഇനി ഒരു പ്രസംഗത്തിന്റെ ആവശ്യമൊന്നും ഇല്ലെങ്കിലും തിരുവചനത്തിലേക്ക് നമുക്ക് വേഗത്തിൽ വരാം. ആരംഭത്തിൽ കർത്താവിന്റെ ദാസി ഓർപ്പിച്ചല്ലോ, എൻ്റെ പേര് ജോസഫ് വർഗീസ്, സണ്ണി മാവേലിക്കര എന്നറിയപ്പെടും. ഞങ്ങൾ ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഗൾഫിന്റെ പ്രദേശത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ വന്നിട്ട് ഞങ്ങൾ 10 വർഷം കഴിഞ്ഞു. എന്നാൽ ചുരുങ്ങിയ നാളുകൾ ഷാർജയുടെ പ്രദേശത്തായിരിക്കാൻ സ്വർഗമിടയാക്കി. 2000 കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ജോലി വിട്ട് കഴിഞ്ഞ 2000 വരെ 12 വർഷം ജോലിയിലായിരുന്നു. ജോലി വിട്ട് കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയിലായി തീരുവാൻ സ്വർഗമിടയാക്കി. ഇതുവരെയും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു. എന്നാൽ ഒത്തിരി സാക്ഷ്യങ്ങൾ എനിക്ക് പറയാനുണ്ടെങ്കിലും തിരുവചനം പറയേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്നല്ലോ. 1970 എൻ്റെ മാതാവിന് ദൈവം കൊടുത്ത ദർശനപ്രകാരം ഈ പുസ്തകം എടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഞങ്ങളുടെ ദേശത്തുള്ളവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരൊക്കെ വിളിച്ചിട്ട് പറയുവാനിടയായി തീർന്നു, ഇത് നമ്മുടെ കുടുംബത്തിന് ആക്ഷേപം വരുത്തുന്നതാണ്, മടങ്ങി വരണമെന്ന്. എന്നാൽ എൻ്റെ മാതാവ് പറഞ്ഞു, മുന്നമേ എൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടെ ഞാൻ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ എൻ്റെ കർത്താവിന്റെ ശബ്ദത്തിന് മുൻപിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇത് വിട്ട് പുറകോട്ടില്ലെന്ന് പറഞ്ഞ് വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എല്ലാം പ്രതികൂലമായി. വീട്ടുകാരൊക്കെ പറഞ്ഞു, നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ തെണ്ടി തിരിഞ്ഞ് നടക്കത്തേ ഉള്ളൂ എന്ന് പറയുവാനിടയായി.
എന്നാൽ എന്റെ മാതാവ് പറഞ്ഞു, ഈ പുസ്തകം എടുത്തുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങൾ തെണ്ടുന്നെങ്കിൽ അത് മതി എന്ന് പറഞ്ഞ് ആ മുറിക്കകത്ത് കയറി ദൈവത്തിൽ ഒത്തിരി കരയാനിടയായി തീർന്നു. അന്ന് കണ്ണുനീരോടെ നിലവിളിച്ചപ്പോൾ ആ മുറിക്കകത്ത് ഇറങ്ങി വന്ന ദൈവം, പ്രവാചകന്മാരല്ല, അന്ന് ദൈവം തന്നെ ഇറങ്ങി വന്ന് പറഞ്ഞു, നിന്റെ സന്തതികളെ നീ അറിയാത്ത രാജ്യങ്ങൾ ഞാൻ അയക്കും, അവർക്ക് അവിടെ പാർക്കാൻ ഞാൻ ഭവനം ഒരുക്കുമെന്ന് പറയുമ്പോൾ അന്ന് വിശ്വസിക്കാൻ പോലും കഴിയത്തില്ലെങ്കിലും ദൈവം എൻ്റെ സഹോദരിയും കുടുംബത്തെയും ചില നാളുകൾ കഴിയുമ്പോൾ ഈ രാജ്യത്ത് ഞാൻ താമസിക്കുന്നതിനോട് തൊട്ടടുത്ത ചില മിനിറ്റുകൾ യാത്ര ചെയ്യുമ്പോൾ ഈ ദേശത്ത് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. എന്നാൽ വർഷങ്ങളെടുക്കും കാര്യങ്ങളൊക്കെ പിന്നെയും ക്രമീകരിക്കേണ്ടതെങ്കിൽ. എന്നാൽ ചില വർഷം അതിനുശേഷം ചില വർഷങ്ങൾ കൂടെ കഴിയുന്നതിന് മുമ്പേ എൻ്റെ സഹോദരൻ കുടുംബം ഈ രാജ്യത്ത് ഹോസ്റ്റലിലായിരിക്കുന്നു. എന്നാൽ വാഗ്ദത്തം തീർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ജീവനോടെ സംസാരിക്കുന്നത്. 2001 ഫെബ്രുവരി മാസം 11 ഒരു അപകടത്തിൽ മെഡിക്കൽ സയൻസ് ഇനിയും രക്ഷയില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് എൻ്റെ ചുറ്റുപാടുള്ളവരൊക്കെ എവിടെ കല്ലറ കെട്ടുന്നതെന്നൊക്കെ ആലോചിച്ച് അതിനുള്ള തിരക്കേറിയ കാര്യങ്ങളിൽ മുന്നേറുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അവർ മുന്നേറുന്ന സമയത്ത് നിലവിളിക്കുന്ന നിലവിളിയുടെ മുൻപിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകത്തിന് മനസ്സിലാകത്തക്കവണ്ണം കർത്താവ് യേശുവിൽ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. 7ാമത്തെ ദിവസം മെഡിക്കൽ സയൻസ് നോ പറഞ്ഞു എല്ലാവരെയും അറിയിക്കുവാനായിട്ട്. പക്ഷെ ഞാൻ പറയട്ടെ, 7ാമത്തെ ദിവസം അവിടുന്ന് ഇൻഡോ അമേരിക്കൻ ബ്രെയിൻ്റെ ഹോസ്പിറ്റലിലെ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അതിന്റെ ഓണർ ബാഹുലൻ പറഞ്ഞത്, എന്തിനാ ഈ കേസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ആള് രക്ഷപ്പെടുകയില്ലെന്നാ. പക്ഷെ ഞാൻ പറയട്ടെ, 11ാമത്തെ ദിവസം എനിക്ക് ബോധം തെളിഞ്ഞാൽ എനിക്ക് കണ്ണിന് കാഴ്ചയില്ല, മണം അറിയത്തില്ല, രുചി അറിയത്തില്ല. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഈ ഞരമ്പുകളെല്ലാം ചെന്ന് ചേരുന്ന ഭാഗം ചതഞ്ഞുപോയി, അതുകൊണ്ട് ഒരു കാരണവശാലും അത് കിട്ടുകയില്ലെന്ന്. പക്ഷേ ഇന്ന് ഈ സമയത്ത് വ്യത്യസ്ത സമയങ്ങളിലാണ് നാം ആയിരിക്കുന്നെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും എനിക്ക് ലൈനിലുള്ളവരെ കാണാൻ പറ്റും. കർത്താവ് എന്നെ പല രാജ്യങ്ങളിലും ഈ സന്ദേശവുമായിട്ട് അയക്കുവാൻ ഇടയായി തീർന്നു. അനേകർക്ക് അത് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ സ്വർഗമിടയാക്കി. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് അവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവം. ഞാൻ പറയട്ടെ, മെഡിക്കൽ സയൻസ് നോ എന്ന് പറഞ്ഞപ്പോൾ അന്ന് രാത്രി എൻ്റെ മാതാവ് വളരെ കണ്ണുനീരോടെ കരഞ്ഞ് നിലവിളിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ വാഗ്ദത്തം അവന്റെ മേലുണ്ട്, നിന്റെ വചനം ഘോഷിക്കേണ്ടവനാ, കർത്താവിന്റെ നാമത്തിന് വേണ്ടി വിളിച്ചതാ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് രാത്രി സ്വർഗം പറഞ്ഞത് ഇതാണ്. പൗലോസിനോട് പറഞ്ഞ ദൈവിക ശബ്ദം, ആസിയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത്. മരിക്കുമെന്ന് ഞങ്ങൾ ഉള്ളിൽ നിർണയിക്കേണ്ട വന്നു. പക്ഷേ ഇത്ര ഭയങ്കരമായ മരണത്തിൽ ദൈവം ഞങ്ങളെ വിടുവിച്ചു. മേലാലും അവൻ വിടുവിപ്പാൻ ശക്തൻ എന്നുള്ള ആ ശബ്ദമാണ് കേൾക്കുവാൻ ഇടയായി തീർന്നത്. മരിച്ചവരെ ഉയർപ്പിക്കുന്നവന്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇന്ന് ഞാൻ ഈ ശുശ്രൂഷയിൽ കഴിഞ്ഞ് 25 വർഷമായി നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ ഒരു വലിയ മർമ്മമുണ്ട്. വാതിലടച്ചാൽ മറുപടിയുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു മാതാവിന്റെ കണ്ണുനീരാണ് ഞങ്ങളെ ശുശ്രൂഷയിൽ കുടുംബമായി നിർത്തിയിരിക്കുന്നതിന്റെ പിന്നിൽ. ഏതു വിഷയങ്ങൾ വന്നാലും വാതിലടച്ചാൽ അതിന്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ഈ ലോകത്തിൽ ആരും നമുക്ക് ആശ്രയമില്ലെങ്കിലും നമുക്ക് വേണ്ടി സഹായത്തിൻ കരവുമായി നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ അതിന്റെ സാക്ഷിയാണ് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ മാതാവും. ഹല്ലേലൂയ. എൻ്റെ പിതാവ് 2010 ഈ രാജ്യത്ത് വെച്ച് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടെങ്കിലും എൻ്റെ മാതാവ് എന്നോടുകൂടെ ഈ രാജ്യത്തുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മീറ്റിങ്ങിന് എന്നെ ക്ഷണിക്കുമ്പോൾ കർത്താവിന്റെ ദാസി പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ മിനിറ്റ് വരെ ഞാൻ വിചാരിച്ചു ഇത് എടുക്കണ്ടായിരുന്നു. കാരണം അതുപോലെ എന്നെ ഭയങ്കരമായിട്ട് ഞെരുക്കുന്ന ഭയങ്കര തടസ്സങ്ങൾ കയറി വന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നു അതിന്റെ പിന്നിൽ ഒരു വലിയ വിടുതൽ ഉള്ളത് കൊണ്ടാണ്. ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഒരു പ്രവൃത്തി ഉണ്ട്, ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുണ്ട്, ഒരു വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ സഹായിക്കുന്ന ദൈവത്തിന്റെ കാര്യം നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കുടുംബം, കർത്താവിന്റെ ദാസനും ദാസിയും ഒക്കെ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ദൈവം അവരെ ബലപ്പെടുത്തിയല്ലോ. നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ലെന്ന് കരുതിയാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ? എല്ലാം ഉണ്ട്. അങ്ങനെ വിശ്വാസത്തോടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ ദൈവം നടത്തട്ടെ. വേഗത്തിൽ എനിക്ക് ദൈവം തന്ന
ആ ദൈവവചനത്തിലേക്ക് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം ഈ ലൈനിൽ ഉള്ളവർക്കും ഇതിന് എത്ര നാൾ ഈ ലൈനിൽ കൂടെ കേൾക്കാൻ കഴിയുന്ന അവസ്ഥയിൽ യൂട്യൂബിലോ എവിടൊക്കെ ഉണ്ടെങ്കിലും അവർക്കെല്ലാം വിടുതലായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അത് വലിയ വിടുതലായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വേഗത്തിൽ നമുക്ക് നോക്കാം. ആമേൻ. സങ്കീർത്തനം 45-ാം സങ്കീർത്തനം നമുക്ക് സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. എന്നാൽ അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. അവിടെ നമ്മൾ ഈ 45-ാം സങ്കീർത്തനം എല്ലാം കല്യാണങ്ങൾക്ക് വായിച്ച് കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ ഇതിനകത്തുനിന്ന് ഒരു വലിയ മർമ്മം നിങ്ങളെ ഓർപ്പിക്കുവാനുണ്ട്. എൻ്റെ മുൻപിൽ സമയം ചുരുക്കമാണ് എങ്കിലും നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവം എനിക്ക് തന്ന ആത്മീയ മർമ്മങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കട്ടെ. അവിടെ ഇങ്ങനെയാണ് 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്ന 45-ാം സങ്കീർത്തനം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർനിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻ കസവുകൾ കൊണ്ടുള്ളത്. അവളെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടെയും ഉല്ലാസത്തോടെ അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ച് കേട്ട ആ വചനം അനുസരിച്ച് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു ദൈവത്തിന്റെ സഭയെക്കുറിച്ച്, ദൈവത്തിന്റെ കാന്തയെക്കുറിച്ച്, ദൈവത്തിന്റെ മണവാട്ടിയെക്കുറിച്ച്. ഹല്ലേലൂയ, ആമേൻ, നമുക്കിവിടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധം, രാജാവും രാജകുമാരിയും തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ഇവിടെ രാജാവായി വെളിപ്പെടുന്നത് നമ്മുടെ കർത്താവാണ്. രാജകുമാരിയായി ഇവിടെ വെളിപ്പെടുത്തുന്നത് നാം ആകുന്ന ദൈവസഭയാകുന്ന നമ്മളാണ്. ഇവിടെ മണവാളനായിട്ട് വെളിപ്പെടുത്തുന്നത് നമ്മുടെ യേശു കർത്താവാണ്. മണവാട്ടിയായി നമ്മളെ വെളിപ്പെടുത്തുന്നത് സഭയെയാണ്, അല്ലെങ്കിൽ നമ്മെ ഓരോരുത്തരുമാണ്. അപ്പോൾ തന്നെ ക്രിസ്തു ഇവിടെ വെളിപ്പെടുന്നു. എന്ത് ചെയ്യുന്നു? സഭയും വെളിപ്പെടുന്നു. അപ്പൊ ഈ 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു: ക്രിസ്തു, മണവാളൻ, രാജാവ്. സഭ, മണവാട്ടി, രാജകുമാരി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, അവനെ നമസ്കരിച്ചു. ആരംഭ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്ന് വിട്ടെങ്കിലേ ഒന്ന് കിട്ടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വിടണം. എന്താ വിടേണ്ടത്? സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും നീ എന്ത് ചെയ്യണം? മറക്കണം. ഹല്ലേലൂയ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, നമ്മളെ വിളിക്കുന്നത് എന്താ? സഭയെ അല്ലെങ്കിൽ മണവാട്ടിയെ. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. അപ്പൊ കേൾക്കാൻ, ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കാതുണ്ടായിരിക്കണം. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ബർത്തിമായിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു ആ പട്ടണത്തിൽ വന്നു എന്നാ, ഇല്ലേ? പക്ഷെ യേശുവിനെ കാണാൻ അവന് കണ്ണിന്റെ കാഴ്ചയില്ല. പക്ഷെ അവന്റെ കേൾവി അല്ലെങ്കിൽ അവന്റെ ശ്രവണം എന്താ വിളിച്ചു പറയുന്നത്? യേശു ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുക. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആമേൻ. ഇവിടെ ആ കാഴ്ച നഷ്ടപ്പെട്ടെങ്കിലും അവന്റെ കേൾവി അല്ലെങ്കിൽ അവന്റെ ശ്രദ്ധ എപ്പോഴും എന്തായിരുന്നു അറിയാമോ? ദാവീദ് പുത്രൻ ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്, എന്റെ യേശു ഈ പട്ടണത്തിൽ വന്നിട്ടുണ്ട്, എന്റെ പ്രശ്നത്തെ പരിഹരിക്കാൻ അവന് കഴിയും, എന്റെ ഈ വേദനയെ മാറ്റുവാൻ അവന് കഴിയും എന്നുള്ളത് അവന് കേൾക്കാൻ കഴിയുമായിരുന്നു. അതാണ് അവന്റെ ജീവിതത്തിലെ വിടുതൽ. ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, ഒന്ന് അവൻ കേൾക്കണം, രണ്ട് നോക്കണം. എവിടോട്ടാ നോക്കേണ്ടത്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ഇത്രയും പേരെ അല്ല ഞാൻ കാണുന്നത്, ലക്ഷം ആളുകളെയാണ് ഞാൻ കണ്ടുകൊണ്ട് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എനിക്ക് ഈ വലിയ കൂട്ടത്തിനെക്കാട്ടിലും ചുരുങ്ങിയ കൂട്ടമാ സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആമേൻ, ദൈവജനം അതിന്റെ വലിയ മർമ്മം തിരിച്ചറിയേണ്ടത് നോക്കണം. എവിടേക്കാ? ദാവീദ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ചിന്ത വന്നു, പ്രയാസം വന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്നാൽ അതേ വാക്കുകൊണ്ട് തിരിച്ചു പറഞ്ഞു, എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കത്തില്ല, എന്നെ കാക്കുന്നവൻ ഭയങ്കത്തില്ല. ആമേൻ. നോക്കണേ, എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. അപ്പൊ നോക്കണേ, നാം നോക്കേണ്ടത് എവിടോട്ടാ? വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കണം. അപ്പൊ ഒന്നാമത് കേൾക്കാൻ ഒരു കാതുണ്ടായിരിക്കണം, കാണാൻ ഒരു കണ്ണുണ്ടായിരിക്കണം. ഇത് രണ്ടും ഞാൻ പറഞ്ഞു. ഒന്നോ അവൻ കേൾക്കുക, നോക്കുക, ചെവി ചായ്ക്കുക. ആ ശബ്ദം കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കണം. 40-ാം സങ്കീർത്തനം പറയുന്നു, ആമേൻ, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നു. ഹല്ലേലൂയ. ആ ചാഞ്ഞു വന്ന കർത്താവ് നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മെ നിർത്തി. ഹല്ലേലൂയ. അപ്പൊ അവൻ ചാഞ്ഞിറങ്ങി വന്നു, അവന്റെ ചെവി നമുക്ക് വേണ്ടി ചായിച്ചു, അവന്റെ കണ്ണ് നമ്മളെ ദർശിച്ചു. ഇന്ന് നാം ആയിരിക്കുന്ന അവസ്ഥ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത് കൊണ്ടാ. അപ്പൊ നോക്കണേ, അടുത്തത് എന്താണെന്നറിയാമോ? മറക്കണം, ചിലതൊക്കെ മറക്കണം. അബ്രഹാമിനോട് പറഞ്ഞു, നീ നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിടണം, എന്നിട്ട് എന്ത് ചെയ്യണം? ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം. എനിക്കിത് എപ്പോ തീർക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് പ്രസംഗിക്കാനൊക്കെ ഇച്ചിരി സമയം വേണം. ആ വചനത്തിൽ കൂടെ ഒരു വലിയ വിടുതലുണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ എന്നാലും ഞാൻ സമയത്തിന് നിർത്താം. നിങ്ങൾ പ്രാർത്ഥനയോടെ എൻ്റെ കൂടെ ഇരുന്നാൽ മതി. നോക്കണേ, ഇവിടെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്, ആമേൻ, ഇവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അബ്രഹാം എവിടോട്ട് പോകുന്നെന്ന് അറിയുന്നില്ല, പക്ഷെ ദൈവശബ്ദത്തിന് വില കൊടുക്കുക. എവിടാ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകണം, നിന്റെ ചാർച്ചക്കാരെയും നിന്റെ പിതൃഭവനത്തെ നീ മറക്കണം, അവരെ വിടണം, എന്നിട്ട് പോകണം, അപ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് നിന്നെ എത്തിക്കും. ദൈവമക്കളെ, നാം മനസ്സിലാക്കേണ്ടത്, എല്ലാം നടക്കണം. ചിലർ പറയും, എൻ്റെ കയ്യിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത്, ഉത്തരത്തെ ഇരിക്കുന്നത് എടുക്കുകയും വേണം. ഇത് രണ്ടുകൂടെ നടക്കത്തില്ല. ചിലത് വിട്ടേ മതിയാകത്തുള്ളൂ. ഇരുതോണിയിൽ കാല് ചവിട്ടുന്നവൻ അവന്റെ വഴിയിലെല്ലാം എങ്ങനെയാന്നാ തിരുവചനം പറയുന്നത്? അവൻ അസ്ഥിരനാന്ന. അങ്ങനെയാണെങ്കിൽ രണ്ട് യജമാനന്മാരെ ഒരിക്കലും സേവിക്കാൻ കഴിയത്തില്ല. ഒരു നല്ല യജമാനനെ ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക. ആ യജമാനൻ പറയുന്നു, അല്ലയോ കുമാരി, എത്ര ശ്രേഷ്ഠമായിട്ടാ ദൈവസഭയെ അല്ലെങ്കിൽ മണവാട്ടിയെ സ്നേഹിക്കുന്ന സ്നേഹമാ അവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നത്. അതാണ് വിളിക്കുന്നത്, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ അവൻ നിന്റെ സൗന്ദര്യത്തെ എന്ത് ചെയ്യും? ആഗ്രഹിക്കും. അപ്പൊ നമുക്കെല്ലാം ഒരു സൗന്ദര്യം ഉണ്ടല്ലേ? ആ സൗന്ദര്യം നമ്മൾ ഏതനിലോട്ട് ചെല്ലുമ്പോൾ ആ തേജസ് കൊണ്ടാണ് നമ്മളെ നിർമ്മിച്ചത്. അവന്റെ തേജസ് കൊണ്ട് നമ്മളെ അണിയിച്ചിരിക്കുക. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആ തേജസ്സിൽ നമ്മൾ നിൽക്കുമ്പോൾ, എന്നാൽ നമുക്ക് ചോദിക്കാം,
ഈ തേജസ് ഏതനിൽ നഷ്ടപ്പെട്ടു. ആ തേജസ് മടക്കി തരാൻ വേണ്ടിയാ, ആ സൗന്ദര്യം മടക്കി തരാൻ വേണ്ടിയാ ക്രൂശിൽ അവൻ തന്റെ രക്തം ചീന്തി നമ്മളെ വീണ്ടെടുത്ത് നമുക്ക് ആ സൗന്ദര്യം മടക്കി തന്നു. അവന്റെ സ്വരൂപവും അവന്റെ സാദൃശ്യത്തിലും നമ്മളെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി അവൻ ആരായി മാറി? അവൻ പ്രാകൃതനായി മാറി. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമായി തീർന്നു. ആമേൻ. എന്ന് അറുപ്പാൻ കൊണ്ടുവന്ന നാടിനെ പോലെ എണ്ണിയെന്ന് യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഹല്ലേലൂയ. നാം മനസ്സിലാക്കുമ്പോൾ ദൈവസഭയെ എത്രമാത്രം സ്നേഹിക്കുന്നു. ആമേൻ. പിതൃഭവനത്തെ നീ മറക്കാപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സോർ നിവാസികൾ, ജനത്തിലെ ധനവാന്മാർ കാഴ്ചവെച്ചു തന്റെ മുഖപ്രസാദം തേടും. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയായിരിക്കുന്നു. ദൈവസഭയാകുന്ന നമ്മളെ കുറിച്ച് ദൈവം അവന്റെ സ്നേഹത്തിൽ വർണ്ണിക്കുക. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവുകൾ കൊണ്ടുള്ളത്. അവൾ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. ആമേൻ. എന്ത് ചെയ്തിരിക്കുന്നു? ധരിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടെ കൊണ്ടുവരും. അവൻ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. ആമേൻ. നോക്കണേ, ഇവിടെ ദൈവസഭയെ വെളിപ്പെടുത്തുന്ന എത്ര സന്തോഷകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇനി ഞാൻ നിങ്ങളെ മറ്റൊരു അധ്യായത്തിലേക്ക് കൊണ്ടുപോവുക. ഉത്തമഗീതം 2-ാം അധ്യായത്തിൽ ഈ സഭ എവിടെ നിൽക്കുന്നു എന്ന് നാം ഒന്ന് തിരിച്ചറിയണം. ഞാനിവിടെ വായിക്കാം. ആമേൻ. ഉത്തമഗീതം 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാൻ വായിക്കാം. ഞാൻ ശാരോനിലെ പനനീർ പുഷ്പം, താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. മുള്ളുകളുടെ ഇടയിൽ താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? സങ്കീർത്തനം 45-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവി ചായിക്കുക, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെ വിടുക, അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ആമൻ എന്ത് ചെയ്യുന്നു? ആമൻ. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാണെന്നൊക്കെ പറഞ്ഞപ്പോ എത്ര സന്തോഷമായിരുന്നു. എന്നാൽ ഈ സഭ ഉത്തമഗീതത്തിൽ ആമേൻ എഴുതിയിരിക്കുന്നത്, ആമേ, കർത്താവ് ആരായിരിക്കുന്നു? ഞാൻ ശാരോനിലെ പനനീർ പുഷ്പവും താഴ്വരകളിലെ താമരപ്പൂവുമാകുന്നു. എന്നാൽ ദൈവസഭ എവിടായിരിക്കുന്നത്? കർത്താവിന്റെ കാന്ത എവിടായിരിക്കുന്നത്? ആമേൻ. ദൈവത്തിന്റെ മണവാട്ടി എവിടായിരിക്കുന്നത്? മുള്ളുകൾക്കിടയിൽ ഒരു താമര പോലെ കന്യകമാരുടെ ഇടയിൽ എന്റെ പ്രിയ ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭ എവിടെ ഇരിക്കുന്നത്? മുള്ളുകൾക്കിടയിൽ ഒരു താമരയായിട്ടിരിക്കുക. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കുക, പല ദൈവദാസന്മാരും ഒക്കെ ഇതിനകത്തുണ്ടല്ലോ, ഇനി അനേകർ ഇതിൽ കേൾക്കുവാനുണ്ടല്ലോ. ഞാൻ വലിയ പ്രത്യാശയോടാണ് ഈ ലൈനിൽ നിൽക്കുന്നത്. കാരണം എനിക്കറിയാം ഈ പ്രവൃത്തിയെ ദൈവം ഏറ്റവും മാനിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഈ 1 മാസത്തോളം ഞാൻ എല്ലാ മീറ്റിംഗും കട്ട് ചെയ്തിരിക്കുക. കാരണം എനിക്ക് ഒത്തിരി തിരക്കുകൾ ഉള്ളതുകൊണ്ട്, സഭയോടുള്ള ബന്ധത്തിലൊക്കെ. പക്ഷേ ഈ മീറ്റിംഗിൽ വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുക, ഇതൊരു ചെറിയ പ്രവൃത്തിയാണ്, നിങ്ങൾ നോക്കരുത്, വലിയൊരു പ്രവൃത്തിയായിട്ട് ഇത് മാറും. ഹല്ലേലൂയ. നോക്കണേ, അവിടെ വ്യക്തമായി നാം മനസ്സിലാക്കേണ്ടത്, മുള്ളുകൾക്കിടയിൽ ഒരു താമരയായിരിക്കുന്നു ദൈവത്തിന്റെ മണവാട്ടി, അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ കാന്ത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക. ഇനി എനിക്ക് അടുത്ത വിഷയത്തിലോട്ട് കയറണമെങ്കിൽ നിങ്ങളുടെ അതിന്റെ ഉത്തരം എനിക്ക് തന്നെങ്കിലേ പറ്റത്തുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുള്ളുകൾക്കിടയിൽ ഒരു താമരയ്ക്ക് വിടരാൻ പറ്റുമോ? ശ്രദ്ധിച്ചേ പറയാവുള്ളൂ. എന്നോട് ഉത്തരം പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം. അതെല്ലാം പിന്നെ നമ്മൾ വചനത്തേക്ക് തെളിയിച്ചു പോയാൽ നിങ്ങൾ ഇന്ന് രാത്രി മുഴുവൻ എൻ്റെ കൂടെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചു വേണം പറയാൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, മുള്ളുകൾക്കിടയിൽ ഇരിക്കുന്ന താമരയ്ക്ക് വിടരാൻ പറ്റുമോ? ആരെങ്കിലും ഒരാളൊന്ന് ഓൺ ചെയ്ത് പറഞ്ഞ്, തെറ്റാണെങ്കിലും അങ്ങ് പറ, എന്നെങ്കിലല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരു തെറ്റ് വന്നെങ്കിലേ ഒരു വിജയം വരുത്തുള്ളൂ. ഒരു തോൽവി വന്നെങ്കിലേ. പറഞ്ഞാട്ട്, വേഗത്തിൽ പറഞ്ഞാട്ട്, ആരെങ്കിലും ഒരാൾ ഓപ്പൺ ചെയ്ത് പറഞ്ഞാട്ട്. മുള്ളുകൾക്കിടയിലായി അവസ്ഥയിലിരിക്കുന്ന, എത്ര മുള്ളിനിടയിൽ ഇരിക്കുന്ന താമരയും വിരിയുക തന്നെ ചെയ്യും. ദൈവത്തിനായി വിരിയുക തന്നെ ചെയ്യും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ മാതാവിന്റെ നല്ല സന്ദേശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്ന് പലരും സംശയിച്ചിരിക്കുക, ഇനി പാസ്റ്റർ എന്തോ അടുത്ത് പറയാൻ പോകുന്നത്. മുള്ളുകൾക്കിടയിലാണെങ്കിലും
പ്രിയ ആൻറ്റി പറഞ്ഞതുപോലെ തന്നെ ആമേൻ അത് വിടരും. അതാ ഞാൻ തെളിയിക്കാൻ പോകുന്നത്. കാരണം നാം എല്ലാം ഒരു മുള്ളുകൾക്കിടയിലാണ്. പക്ഷെ ഈ മുള്ള് എവിടുന്നാ വന്നതെന്ന് നമുക്ക് നോക്കണ്ടേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ നാം പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഈ മുള്ള് വന്നെന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം മുള്ള് എങ്ങനെ വന്നു എന്ന് നമുക്ക് അവിടെ തിരിച്ചറിയാൻ കഴിയും. 3-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എവിടുന്നാ ഈ മുള്ള് വന്നത്. മുള്ളും പറക്കാരെയും ആമേൻ ഉണ്ടാകുമെന്ന് കർത്താവ് പറയാനുള്ള, അല്ലെങ്കിൽ യഹോവയാം ദൈവം പറയാനുള്ള കാരണം എന്താണെന്നറിയാമോ? ദൈവം കൊടുത്ത തേജസ് നഷ്ടപ്പെടുത്തി. ദൈവമാക്കിയിരിക്കുന്ന സ്ഥലത്ത് അവർ വിശ്വസ്തരല്ലായിരുന്നു. അവർ അവിശ്വസ്തരായി തീർന്നപ്പോൾ ആമേൻ അവരെന്ത് ചെയ്തു? ആമേൻ ആ തേജസ്സിൽ നിന്ന് അവർ മറയപ്പെടുവാനിടയായി തീർന്നു. ആ തേജസ്സിൽ നിന്ന് അവർ മാറ്റപ്പെടുവാനിടയായി തീർന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പൊ നോക്കണേ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമൻ മനുഷ്യനോട് കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. മുള്ളും പറക്കാരെയും നിനക്ക് അതിൽ നിന്ന് മുളയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഈ മുള്ളും പറക്കാരെയും ഈ ഭൂമിയിൽ വരാനുള്ള കാരണം എന്ത് ചെയ്തു? ദൈവം പറഞ്ഞത് അനുസരിക്കാതിരുന്നത് കൊണ്ട് സംഭവിച്ചതാ. ദൈവം പറഞ്ഞു പോകരുതെന്ന് പറഞ്ഞപ്പോൾ പോകാനിടയായി, ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ ചെയ്യാനിടയായി, നോക്കരുതെന്ന് പറഞ്ഞപ്പോൾ നോക്കാനിടയായി. അത്രയേ ഉള്ളൂ. ദൈവത്തെക്കാട്ടിൽ എന്തൊക്കെയോ ആയിത്തീരുവാൻ, ദൈവം നമ്മളെ ആക്കി വച്ചിരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് എന്തൊക്കെയോ ആയിത്തീരുവാൻ ആഗ്രഹിച്ചപ്പോൾ അതെല്ലാം അവരുടെ ജീവിതത്തിൽ എന്തായി മാറി? തോൽവിയായി മാറി. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച അവർ പ്രാകൃതരായി മാറി. പക്ഷെ യഹോവയാം ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്റെ യേശു കർത്താവ് വരുമെന്നുള്ളത് അവിടെ ഏദനിൽ പ്രഖ്യാപിച്ചു. പക്ഷെ ഏദനിൽ പ്രഖ്യാപിച്ച നിമിഷം മുതൽ ശത്രു അടങ്ങിയിരുന്നില്ല. ആമേൻ ആമേൻ ഹല്ലേലൂയ. എവിടൊക്കെ അത് വരുമെന്ന് സാധ്യതയുണ്ടോ അതിനെല്ലാം തടസ്സമായി അവൻ ഇറങ്ങി. ഹല്ലേലൂയ. ഹാബേലും കായീനും തമ്മിൽ ആമേൻ എന്ത് ചെയ്തു? ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആരാധനയിൽ പിശാച് ഇറങ്ങി. അവരുടെ ആരാധനയെ ദൈവം ഹാബേലിന്റെ ആരാധനയിൽ പ്രസാദിച്ചപ്പോൾ സഹോദരൻ അവനോട് എന്ത് തോന്നി? അസൂയ തോന്നി. ഞാൻ പറയട്ടെ, ഹാബേലിൽ കൂടെ വരേണ്ട വാക്തത്വത്തെ ശത്രു അവിടെ തടയാൻ നോക്കി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടത്, ഏത് വഴിയിൽ കൂടെ വാക്തത്വം വെളിപ്പെടുമോ അതിനെ തടയുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ, അതിനെ ലക്ഷ്യത്തിലെത്തിക്കാതിരിക്കാൻ ശത്രുവായവൻ നോക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നു, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ എവിടെയാണോ ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത് അത് മുള്ളുകൾക്കിടയിലാണെങ്കിലും അത് വിടരും, അത് വിടർന്ന് ശോഭിക്കും, അതിന്റെ സൗരഭ്യം പരത്തും എന്നുള്ളത് ഇന്ന് പകൽക്കാൽ നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നാം തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മുള്ളുകൾക്കിടയിൽ എങ്ങനെ ഇതിന് വളരാൻ കഴിയുമെന്നുള്ളതാണ്. യേശു കർത്താവ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഉപമകളെ കുറിച്ച് പറഞ്ഞ് സ്വർഗരാജ്യത്തെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നതിനെ ഞെരുക്കി കളഞ്ഞു. അപ്പൊ മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിതച്ചത് മുള്ളുകൾക്കിടയിൽ വീണുപോയി. ഇന്ന് ഈ സമയത്ത് ഞാൻ പ്രസംഗിക്കുന്ന വചനം അത് മുള്ളുകൾക്കിടയിലാണെങ്കിൽ അതിന്റെ ഫലം കായ്പാൻ കഴിയത്തില്ല. അത് നല്ല നിലത്ത് വീണെങ്കിൽ മാത്രമേ, ഒരുക്കത്തോടെ അത് പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതൊരു നല്ല ഫലമായി തീരത്തുള്ളൂ. ഇവിടെ യേശു കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? അത് മുള്ളുകൾക്കിടയിൽ വീണു. അത് മുള്ളുകൾ അതിനെ എന്ത് ചെയ്തു?
ഞെരുക്കിയത് കൊണ്ട് അതിന് ഫലം കായ്ക്കാൻ കഴിഞ്ഞില്ല, അത് ഫലവത്തായി തീർന്നില്ല. അപ്പൊ നോക്കണേ, നാം മനസ്സിലാക്കേണ്ടത് മുള്ളുകൾക്കിടയിൽ ഒരിക്കലും ഒരു സാധ്യത ഇല്ലെന്നുള്ളതാണ് എല്ലാം വെളിപ്പെടുത്തുന്നത്. എന്നാൽ ഞാൻ നിങ്ങളെ ചില വ്യക്തി ജീവിതങ്ങളെ ദൈവവചനത്തിൽ നിന്ന് വെളിപ്പെടുത്തി കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്, പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, മോശയുടെ ജനനം തന്നെ ദൈവത്തിന്റെ വലിയ പദ്ധതികൾ ഉണ്ടായിരുന്നില്ലേ. അവന് ജനിച്ചു വീണപ്പോ തന്നെ രാജ്യം അവന് വിരോധമായി, രാജ്യത്തിന്റെ നിയമങ്ങൾ അവന് വിരോധമായി, രാജാവ് അവന് വിരോധമായി. അവൻ ഒരിക്കലും വളരാൻ സാധ്യതകളില്ല. കാരണം ദൈവജനത്തിന് ഒരു ഉദ്ധാരണമുണ്ട്, മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്നൊരു വീണ്ടെടുപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവൻ അവരുടെ ഇടയിൽ നിന്ന് ഒരു വീണ്ടെടുപ്പുകാരൻ വരരുതെന്ന് തിരിച്ചറിഞ്ഞ ഫറവോന്റെ ശക്തി, അവരൊരിക്കലും പുറപ്പെട്ടു പോകരുത്. കാരണം പുറപ്പാട് ദിവസം 2-ാം അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, അവർ നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുള്ളവരാ. അവർ വർദ്ധിച്ചു വരികും, അവർ വർദ്ധിച്ചു വരികയാൽ നമ്മളോട് യുദ്ധമുണ്ടാകും, അവർ നമ്മെ വിട്ടു പോകും. പലപ്പോഴും നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, പക്ഷെ ലോകത്തിന് നമ്മളെ ആരാന്നറിയാം. അവൻ ഈ ദൈവദാസി ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഡോക്ടറെ കാണാൻ വന്ന ആ സഹോദരിക്ക് മനസ്സിലായി, പ്രാർത്ഥിക്കുന്ന ഒരാളിനെ തിരിച്ചറിയുവാനിടയായി തീർന്നു. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സമാധാനമില്ല, ഇല്ലേ? അപ്പൊ പ്രാർത്ഥിക്കുന്നവരെ നാമൻ ലോകത്തിന് തിരിച്ചറിയാം, ദൈവമക്കളെ നാമൻ ലോകത്തിന് തിരിച്ചറിയാം, നമ്മളെ ലോകത്തിന് തിരിച്ചറിയാം. പക്ഷെ നമുക്ക് പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയുന്നില്ല. നാം ഇവിടെ നോക്കുമ്പോൾ മോശയെക്കുറിച്ച് ദൈവ പദ്ധതി ഉണ്ടായിരുന്നപ്പോൾ അവന്റെ ജനനത്തിങ്കൽ തന്നെ വിരോധമായ രേഖകൾ വന്നു. രാജാവ് കൽപ്പിച്ചത് 2 വയസ്സിന് താഴെയുള്ള സകല ജനത്തെയും കൊന്നുകളയുവാനായിട്ടാണ്. നാം മനസ്സിലാക്കേണ്ടത് ഫറവോന്റെ ശക്തി. യെരമ്യാ പ്രവചനവും യെഹെസ്കേൽ പ്രവചനവും ഒക്കെ പഠിക്കുമ്പോൾ നാശയോഗ്യനും സമയം തെറ്റിക്കുന്നവനുമാ അവൻ. അത് മാത്രമല്ല, വർദ്ധനവിനെ ഞെരുക്കുന്നവനാ, ആരാധനയെ ഞെരുക്കുന്നവനാ, അവൻ പുറപ്പാടിനെ തടയുന്നവനാ. ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള പുഷ്ടിയെ അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ പുഷ്ടിയെ ആമേൻ ഇല്ലാതാക്കി കളയുന്ന ശക്തിയാണെന്നുള്ളത് തിരുവചനത്തിൽ വലിയ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എന്റെ വിഷയത്തിൽ വരേണ്ടത് ആവശ്യമായി. എന്നാൽ ഈ ഫറവോൻ ഇട്ടിരിക്കുന്ന രേഖ 2 വയസ്സിന് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞും ആ നിർണയത്തിൽ വന്നിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ നിർണയത്തിൽ അവൻ ജനിക്കുന്നതിന് മുമ്പേ ദൈവ പദ്ധതി ഉള്ളിടത്തോളം അതിനെ മാറ്റുവാൻ ലോകത്തിൽ ഒരു ശക്തിക്കോ ഹല്ലേലൂയ ഒരു നിയമങ്ങൾക്കോ രാജാവിനോ രാജകീയ അധികാരത്തിനോ കഴിയത്തില്ലെന്നുള്ളത് എന്റെ ദൈവം തെളിയിക്കുക. ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ, ഹല്ലേലൂയ. ആമേൻ. മാതാപിതാക്കൾക്ക് എത്ര നാൾ ഇതിനെ സൂക്ഷിക്കാൻ കഴിയും? അതിനെല്ലാം ഒരു പരിധിയുള്ളപ്പോൾ 3 മാസമൊക്കെ അവര് അതിനെ സൂക്ഷിച്ചു. ഒരു ഞാങ്ങയുടെ പെട്ടകത്തിലാക്കി അതിന് കീലൊക്കെ വെച്ച് നൈൽ നദിയിൽ അതിനെ ഒഴുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ഞാനൊരു ദൂത് വിളിച്ചു പറയാം. യാക്കോബിനോട് ദൈവം സ്നേഹിച്ചപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, യാക്കോബേ, നീ എന്റെ ഞാൻ നിന്നെ നിർമ്മിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ നദി നിന്നെ മുക്കത്തില്ല, നീ തീയിൽ കൂടെ നടന്നാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് യാക്കോബിനോട് അല്ലെങ്കിൽ വല്യപ്പച്ചനോടുള്ള വാഗ്ദത്തം തലമുറയോട് ദൈവം നിറവേറ്റുകയാണ്. റമന ശബ്ദൽ ഖരാദര. ഇനിയുള്ള ചില മിനിറ്റുകൾ നിങ്ങൾ എന്നോട് പ്രാർത്ഥനയിൽ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വല്യപ്പച്ചനോടുള്ള ദൈവിക വാഗ്ദത്തം കൊച്ചുമക്കളോട് ദൈവം നിറവേറ്റിയോ എന്ന് ചോദിച്ചാൽ, വല്യപ്പച്ചൻ തീക്കകത്തൂടെ പോയില്ല എന്ന കൊച്ചുമക്കൾ തീക്കകത്ത് വീഴേണ്ട വന്നെങ്കിലും അഗ്നിജ്വാല അവരെ ദഹിപ്പിക്കാൻ ഇടവരാതെ വണ്ണം അവരെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ മോശയെ ഞങ്ങളുടെ ഇടയിൽ നൈൽ നദിയിൽ ഒഴുക്കിക്കളയുമ്പോൾ ഹല്ലേലൂയ നിമിഷങ്ങൾക്കുള്ളിൽ രാജകൊട്ടാരത്തിൽ നിന്ന് രാജകുമാരി എഴുന്നള്ളുക. ഞാൻ ചോദിക്കുന്നത്, സൗദിയിലായിരിക്കുന്ന കുടുംബത്തിന് അറിയാൻ കഴിയും
ഒരു രാജകൊട്ടാരത്തിന്റെ വലിപ്പം എത്രയുണ്ട്? അതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ഇല്ലാഞ്ഞിട്ടാണോ ഇവള് വീട്ടിൽ നിന്നിറങ്ങി ഇവിടെ കുളിക്കാൻ വന്നത്? ഹല്ലേലൂയ. അവള് കുളിക്കാനല്ല ദൈവങ്ങളെ കൊണ്ടുവന്നത്. ആമേൻ ആമേൻ. എന്റെ ദൈവത്തിന്റെ ഭക്തനെ സംരക്ഷിക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ദൈവത്താൽ തെരഞ്ഞെടുത്തിരിക്കുന്ന ദൈവ പൈതലിനെ സംരക്ഷിക്കേണ്ടത് ദൈവ പദ്ധതി ആയിരിക്കുന്നിടത്തോളം നാം ഭയപ്പെട്ടു പോകേണ്ടത് ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവമാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. ഞാൻ ഓടിച്ചു പറയാം, ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഈ മോശയെ ആമേൻ ഞാങ്ങണപ്പെട്ടതും കണ്ടു. അവൾ അതിനെ നോക്കുമ്പോൾ സുന്ദരനായ ഒരു കുഞ്ഞ്, പക്ഷെ ഇവനൊരു എബ്രായ ബാലനാ. എബ്രായ ബാലൻ ഒരിക്കലും വളരാൻ പാടില്ലെന്നുള്ളത് നിയമമാണെങ്കിലും അവൾക്ക് അവനോട് ഇഷ്ടം തോന്നി. അവളെ അതിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് വളർത്തുവാനിടയായെങ്കിൽ ഞാൻ ഇന്ന് രാമൻ ഈ സമയത്ത് വിളിച്ചു പറയട്ടെ, ആമൻ 40 വർഷം വിരോധമായ രേഖ എഴുതിയവന്റെ മുൻപിൽ ദൈവം തുള്ളിച്ചാടിച്ച് അവന്റെ ഭോജനം കഴിച്ച് പാനീയം കഴിച്ച് ആ രാജസന്നിധിയിൽ ഒരു രാജപുത്രനെ പോലെ വളർന്നു വരുവാനിടയായി തീർന്നെങ്കിൽ എന്റെ ദൈവം എത്ര വിശ്വസ്തനാ. എന്നാൽ ഒരു സന്ദർഭത്തിൽ അവൻ ആ സ്ഥലം വിട്ട് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. എല്ലാ ദിവസവും അവനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, അമ്മ പറഞ്ഞു കൊടുക്കും, മോനെ നിന്നിൽ കൂടാണ് ഇസ്രായേൽ ജനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജനത്തിനൊരു വിടുതല്. നമ്മുടെ സ്വന്തം ജനം മുഴുവനും അടിമനുഖത്തിലാണ്, പക്ഷെ നമ്മൾ മാത്രമേ ഉള്ളൂ ഈ രാജകീയമായ അവസ്ഥയിൽ. അതുകൊണ്ട് നീ മറന്നു പോകരുത് നിന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്നുള്ളത്. ആമേൻ. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട് ദൈവമക്കളെ. ചെറിയ പ്രായം മുതൽ പറഞ്ഞു വരുമ്പോൾ 40-ാമത്തെ വയസ്സിൽ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് ഇദ്ദേഹം സഹോദരങ്ങളെ കാണാൻ പോയതാ. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം ഏൽപ്പിക്കുന്നതിന് മുൻപേ ചാടിക്കേറി ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യാൻ പോയി. അത് നിമിത്തം ഓടിപ്പോകേണ്ട വന്നു. ഓടിപ്പോയിട്ട് ഒരു മരുഭൂമിയിൽ ഒരു കിണറിന്റെ തീരത്തിരിക്കുക. ഈ കിണറിന്റെ തീരത്തിരിക്കുമ്പം കുറച്ച് സ്ത്രീകൾ വന്നു. അവരെയൊക്കെ സഹായിച്ച് അവര് വീട്ടിൽ ചെന്നപ്പോ പറഞ്ഞു, ഇങ്ങനൊരു ബാലനെ ഞങ്ങൾ കണ്ടു. നോക്കിയപ്പം മോശം നോക്കിയപ്പോ ഒരു വടി അവിടെ കിടക്കുന്ന കണ്ടു. അതൊക്കെ ചെത്തി ഒരുക്കി അതുമായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇത്രോ ആളയച്ച് അവനെ വരുത്തിയപ്പോൾ അവനോട് പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ ആടുകളെയൊക്കെ നോക്കി ഇവിടെ പാർത്തു. ഒന്നും പേടിക്കണ്ട, എൻ്റെ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിച്ചതല്ലേ. നോക്കട്ടെ, ഞാൻ പറയട്ടെ, നാളുകൾ ഏറെ കഴിഞ്ഞുപോയി, വാക്തത്വങ്ങളെല്ലാം അസ്തമിച്ചു പോയെന്ന എല്ലാവരും ചിന്തിക്കുന്നത്. ഒരിക്കൽ ഹല്ലേലൂയ അവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും മോശയുടെ മുൻപിൽ പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഇതെല്ലാം നിന്റെ ആടുകളല്ലേ, നീ ഇത്രയും ധനികനാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ മോശ അവന്റെ ഉള്ളിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും എന്റേതല്ല, ഇതെന്റെ ഒന്നും ഉടമസ്ഥൻ ഞാനല്ല, ഒരു വടി മാത്രമേ ഉള്ളൂ എനിക്ക്. ദൈവമെന്ന് അവിടെ എഴുതിയിട്ടില്ലെങ്കിൽ സൈലന്റ് ആയിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, അങ്ങനെ ഈ വടി മതി, നിന്നിൽ കൂടെ ഞാനൊരു വലിയ പ്രവൃത്തി ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ ദൂത് എനിക്ക് തരുമ്പം ഇതിനകത്ത് ചിലരോടൊക്കെയുള്ള ദൂതുകൾ വ്യക്തിപരമായിട്ടുള്ള ദൂതാണെന്നുള്ളത് പരിശുദ്ധാത്മാവിനെ ഓർപ്പിക്കുവാനിടയായി. അതിനകത്തൂടെ ചില വിടുതലുകളുണ്ട്. വേഗത്തിൽ എൻ്റെ സമയം തീരാറായെങ്കിലും ഞാൻ ഓടിച്ചു പറയാം. ഹല്ലേലൂയ. അവിടെ ചില സമയങ്ങളിൽ അവൻ ചിന്തിച്ചു കാണും, അവിടെ എഴുതിയിട്ടില്ല. എൻ്റെ ആശയത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ഫറവോന്റെ കൊട്ടാരത്തിന്റെ മുകൾ പരപ്പൊക്കെ കണ്ടിട്ട് മരുഭൂമിയിൽ നിന്നുകൊണ്ട് ചിന്തിച്ചു കാണും, അന്ന് ആ അവിവേകം ഒന്നും കാണിക്കാതിരുന്നായിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അവിടെ ആ കൊട്ടാര സമാനമായി ജീവിക്കാമായിരുന്നെന്ന്. രണ്ട് കാര്യം അവിടെ ഞാൻ എൻ്റെ ആശയത്തിൽ നിന്ന് എടുത്തു പറയുന്നത്. ഒന്ന്, ആ കൊട്ടാരത്തിന്റെ മുകൾ പരപ്പ് കണ്ട് അങ്ങനെ ജീവിക്കാമായിരുന്നു എന്നൊരു ചിന്തയകത്ത് വന്നേക്കാം. പക്ഷേ ഇതെല്ലാം സൈലന്റ് ആയിട്ട് ഇതിനകത്തൊരു ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ഒരു വടി മാത്രമേ ഉള്ളൂ എന്ന് അവിടെ എടുത്തു പറയുന്നില്ലെങ്കിലും ഇതൊന്നും എൻ്റെ അല്ലെന്ന് പറഞ്ഞപ്പോഴും ദൈവം അവിടെ മിണ്ടാതിരിക്കുക. എന്താ കാര്യം എന്നറിയാമോ മോനെ? ഇതിനേക്കാൾ അപ്പുറത്ത് എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ളതാ ദൈവം മിണ്ടാതിരിക്കുന്നു. ഇന്ന് ഈ സമയത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഇതിനു ശേഷം ഈ ലൈനിലേക്ക് വരാൻ പോകുന്ന എല്ലാവരോടും എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ഇന്ന് നീ മൗനമായിരിക്കുമ്പോഴും നിന്റെ ഉള്ളിന്റെ ഉൾത്തലത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഒരു വടി മാത്രമേ ഉള്ളല്ലോ, ഞാൻ എന്തായി തീരും? എൻ്റെ ജീവിതം എന്തായി തീരും? എൻ്റെ തലമുറയുടെ ഭാവി എന്തായി തീരും? എൻ്റെ മുന്നോട്ടുള്ള ഗമനം എങ്ങനെയായി തീരുമെന്ന് നീ ചോദിക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കി നീ പറയുന്നുണ്ടായിരിക്കാം,
ഇന്നലെയുള്ള അവസ്ഥയിൽ നിന്ന് ഞാൻ വിട്ടുപോരാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് അന്ന് അന്നുള്ളതുപോലെ ഇന്ന് എന്തെങ്കിലും ഉണ്ടായിരിക്കുമായിരുന്നെന്ന്. എന്നാൽ എബ്രായ ലേഖനം 11-ാം അധ്യായം വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തിരുന്നെങ്കിൽ മടങ്ങിപ്പോകുവാൻ അവർക്കിടയുണ്ടായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവരോ നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ അവർ ലജ്ജിച്ചില്ല. ഹല്ലേലൂയ. റബാന ശബ്ദരാല ഭാരവ റീവൽക്കരാതല വൈഷപ്രമാന നിൽക്കരാതന. നടന്ന് 40 വർഷം നടപ്പ് തീർന്നപ്പോൾ 3-ാം അധ്യായത്തിൽ മുൾപടർപ്പിനകത്ത് മുള്ളു വെന്ത് പോകാതെ ഒരു ശബ്ദം അവൻ കേട്ടു. ഹല്ലേലൂയ. മോശേ, മോശേ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ. രക്തത്താൽ ജയമെടുക്കുക. മുള്ളിനകത്തൊരു സാധ്യതയില്ലെന്ന് നീ പറയരുത്. എന്നാൽ മുള്ളിനകത്ത് വിടരത്തില്ലെന്ന് പറയുന്ന 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൽ മോശയോട് ദൈവത്തിന് പറയാനുള്ളത്, ഇന്ന് ഈ മുള്ള് വെന്തു പോകാതെ മുള്ളിനിടയിൽ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന എന്റെ ദൈവമൈതലേ, ദൈവം പറയുന്നു, നീ ഒന്ന് വിടർന്ന് ശോഭിക്കാനുള്ള കാലഘട്ടത്തിലാ നീ വന്നിരിക്കുന്നത്. ചുടലവരവ ശബ്ദൽക്കരാധരാധന റീമന വൈഷപ്രമാന. എത്ര പേര് ആത്മാവിൽ അത് ഏറ്റെടുക്കും? ഹല്ലേലൂയ. രക്തത്താലും വചനത്താലും ജയമെടുക്കുക. 40 വർഷത്തെ മരുഭൂപ്രയാണത്തിന് വിരാമം കുറിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു. 38 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരെന്ന് പറഞ്ഞ് പുറം തള്ളിക്കളഞ്ഞവരുടെ മധ്യത്തിൽ ജീവനുള്ള അരുളപ്പാടുമായി അയച്ചവൻ ഇവൻ തന്നെ എന്ന് പറയത്തക്കവണ്ണം ഇന്ന് ഈ സമയത്ത് ഈ വചനം കേൾക്കുന്ന എന്റെ ജനത്തോട് രക്തത്താൽ ജയമെടുക്കുക, രക്തത്താലും വചനത്താലും ജയമെടുക്കുക. എന്റെ ദൈവം നിന്നെ രൂപമുള്ളതാക്കി, വ്യക്തിയമായി സൗന്ദര്യമുള്ളതാക്കി, സൗരഭ്യമുള്ളതാക്കി, വിടർന്ന് ശോഭിക്കത്തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ തീ വെളിപ്പെടാൻ പോകുക. മുൾപടർപ്പിനകത്തിറങ്ങി വരുന്ന തീ രാമന ശബ്ദരാലഭാരവ അതൊരു വലിയ അരുളപ്പാടായി, ജീവനുള്ള അരുളപ്പാടായി തന്നെ എന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെട്ട ഈ എന്ന് പറയുന്ന ഈ ടീമിലുള്ള കർത്താവിന്റെ ദാസനോടും ദാസിയോടും പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ ആമേൻ. തീക്കകത്ത് വെളിപ്പെടുന്ന ഈ ദൈവ ശബ്ദം ആത്മാവിൽ ഏറ്റെടുക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ആമേൻ ആമേൻ. ഇനിയുള്ള അവസ്ഥകൾ മാറ്റുന്നത് ദൈവമാണ്. രക്തത്താൽ ജയമെടുക്കുക. ഈ ലൈനിലുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ. കർത്താവ് പറയുക, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രാർത്ഥിച്ച കയറിയത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഇനി എത്ര നാൾ ഈ ലൈനിൽ ഈ മെസ്സേജ് കേൾക്കുന്നു അവരൊക്കെ ഈ ദൈവ പ്രവൃത്തി കാണണം. ഹല്ലേലൂയ, ആമേൻ. മോശ പറഞ്ഞു, സൈലന്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഒരു വടി മാത്രമേ ഉള്ളെന്ന്. ദൈവം പറഞ്ഞത് നിലത്തോട്ടിട്. ഹല്ലേലൂയ. അത് നിലത്തോട്ടിട്ടപ്പോൾ അവന് മനസ്സിലായി ഇതിനകത്ത് എന്തൊക്കെയോ ചലിക്കുന്നതുണ്ടായിരുന്നു. ഇന്ന് ആമേൻ നീ ഹല്ലേലൂയ സാധാരണമെന്ന് പറയുന്നതിനെ അസാധാരണമാക്കി ആമേൻ നിന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നാം നിൽക്കുന്നത്. നാം മനസ്സിലാക്കണം. രക്തത്താൽ ജയമെടുക്കുക. ആ വടി തിരിച്ചെടുക്കാൻ പറഞ്ഞു. ആമേൻ. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ഈ വടി മതി. ഈ വടി ഉയർന്നിരുന്നാൽ ഇസ്രായേലിന് വിടുതല. ഈ വടി നിലത്തടിച്ചാൽ ഈ നിലത്തെ പേൻ മുഴുവനും മണ്ണ് മുഴുവനും പേനായി തീരും. പക്ഷെ ദുർമന്ത്രവാദികൾ, ആഭിചാരകന്മാർ, ക്ഷുദ്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, ഫറവോനെ, ഇത് യഹോവയുടെ വിരല, ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ കഴിയത്തില്ല. ആ വടി നിലത്തടിച്ചപ്പോൾ നിലത്തിലെ മണ്ണ് മുഴുവനും പേനായി തീർന്നപ്പോൾ ആമേൻ അത്ഭുത മന്ത്രവാദികൾക്കോ ആഭിചാരകന്മാർക്കോ ചെയ്യാൻ കഴിഞ്ഞില്ല. അവര് പറഞ്ഞു, ഇത് യഹോവയുടെ വിരലാണ്. നിസ്സാരമായ വടിയെ യഹോവയുടെ വിരലാക്കി മാറ്റുകയല്ലേ. അഹരോനും ഹൂരുടെ കൈ ഉയർത്തി പിടിക്കുക. ഈ വടി അവിടെ ഉയർന്നിട്ടുണ്ട്. ആമൻ. ഇനിയും വരാൻ പോകുന്ന ചെങ്കടലുണ്ടല്ലോ. ഹല്ലേലൂയ. വടി ആമൻ. നീ എന്തിനാ പകച്ചു നിൽക്കുന്നത്? വിശ്വാസത്താൽ വടി നീട്ട്. അവൻ വടി നീട്ടി
ചെങ്കടലിൽ വഴിയില്ലാതിരിക്കുമ്പോൾ ആ ചെങ്കടലിൽ ചെങ്കൽ പാതയൊരുക്കി അവരെ അക്കരെ എത്തിക്കുക. ഹല്ലേലൂയ. ഞാൻ ഓടിച്ച് ചില മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്താം. ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞല്ലോ, വായിക്കാഞ്ഞത് സമയത്തിന് ചുരുക്കുന്നുണ്ട്. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആരെന്ന് ചോദിച്ചവരുടെ നടുവിലാണ് സീനായിൽ ഇറങ്ങി വന്ന ദൈവശബ്ദം, മുൾപ്പടർപ്പിൽ കേട്ട ശബ്ദവുമായി നമുക്ക് വേണ്ടി തരാൻ ജീവനുള്ള അരുളപ്പാടുമായി വന്നവൻ ഇവൻ തന്നെന്ന് അവർ പറയുക. ഞാനൊരു ദൂത് വിളിച്ചു പറയാം. നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ, പരിഹസിക്കുന്നവരുടെ നടുവിൽ, വിടക്കെന്ന് എണ്ണുന്നവരുടെ നടുവിൽ, ഈ പ്രോഗ്രാം എന്തായി തീരുമെന്ന് നമുക്ക് കാണാം എന്ന് പറയുന്നവരുടെ നടുവിൽ കർത്താവ് പറയുക, ഹല്ലേലൂയ, ഇതിനകത്തൂടെ ജീവനുള്ള വിടുതലുകൾ വെളിപ്പെടാൻ പോകുക, ജീവനുള്ള അരുളപ്പാട് വെളിപ്പെടാൻ പോകുക, ജീവനുള്ള ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ശിവന്റെ രക്തം ജയമെടുക്കുക. 2 വ്യക്തികളെ ഞാൻ ഓടിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾക്ക് വേണ്ടി. വേഗത്തിൽ ഞാൻ പറയാം. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. യോസേഫ് ഫലപ്രദമായൊരു മുന്തിരിവള്ളി, നീരുറവിനരികെ ഫലപ്രദമായൊരു മുന്തിരിവള്ളി. പക്ഷെ വില്ലാളികൾ അവനെ എയ്തു, അവനെ വിഷമിപ്പിച്ചു. ഹല്ലേലൂയ. നോക്കണേ, ഫലപ്രദമായൊരു മുന്തിരിവള്ളിയാ, നട്ടതുപോലെ തന്നെ നിൽക്കുക, ചുറ്റും മതിലുകളാ, സഹോദരങ്ങളാകുന്ന മതില്, പൊത്തിഫേറാകുന്ന മതില്, കാരാഗ്രഹമാകുന്ന മതില്, ദർശനമുണ്ട്. പക്ഷേ അത് പുറത്തു വന്ന സമയം മുതൽ പ്രശ്നമാണ്. എന്നാൽ ഒരു കാര്യം മറക്കരുത്, അപ്പൻ ഏറ്റവും അധികം സ്നേഹിച്ച ഒരാളായിരുന്നു ജോസഫ്. അപ്പൻ കൊടുത്ത വസ്ത്രത്തെ സൂക്ഷിച്ചവനായിരുന്നു ജോസഫ്. ദർശനം മങ്ങിപ്പോകാതെ അതിനെ അന്ത്യം വരെ സൂക്ഷിച്ചവനായിരുന്നു ജോസഫ്. പൊട്ടക്കിണറ്റിൽ ഇടുമ്പോൾ സഹോദരങ്ങളോട് പറഞ്ഞതാ, ഞാൻ ഓടിച്ചങ്ങ് പറയുക. അതിൽ നിന്നൊക്കെ ഒത്തിരി മർമ്മങ്ങൾ എനിക്ക് വെളിപ്പെടുത്താനുണ്ടെങ്കിലും പക്ഷേ സമയം തീർന്നല്ലോ, ഞാൻ ഓടിച്ചു പറയാം. ആമേൻ. സഹോദരങ്ങൾ അവന്റെ വാക്ക് കേട്ടില്ല, അവനെ തള്ളിക്കളഞ്ഞു. പൊത്തിഫേറിന്റെ അടുത്ത് അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വാക്ക് കേട്ടില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അപ്പന്റെ കയ്യിലിരിക്കുന്ന വസ്ത്രം ജോസഫ് മരിച്ചു എന്ന എല്ലാ ദിവസവും പെട്ടി തുറക്കും, വാഗ്ദത്തം നഷ്ടപ്പെട്ടു. പക്ഷെ അപ്പൻ പറയുന്നൊരു കാര്യമുണ്ട്. മക്കൾ വന്ന് പറഞ്ഞു, അപ്പ ആശ്വാസം കൈക്കൊള്ളു, നീ ആഹാരം കഴിക്കുന്നൊക്കെ പറയുമ്പോൾ ആ ഭാവമൊക്കെ എടുത്ത് വായിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ യാക്കോബ് പറഞ്ഞത്, എനിക്ക് ആശ്വാസം കൈക്കൊള്ളാനുള്ള സമയമല്ല, വിലപിക്കേണ്ട സമയമാ. ജോസഫ് ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ശിമിയോനില്ല. നിങ്ങൾ ബെന്യാമീനെയും എന്റെ മുമ്പിൽ കൊണ്ടുപോവുകയാണ്. സകലതും എനിക്ക് പ്രതികൂലമായി. രണ്ടാമത് യാക്കോബ് പറഞ്ഞു, എന്റെ നരയെ നിങ്ങൾ ദുഃഖത്തോടെ പാതാളത്തിൽ ഇറക്കി. 2 കാര്യമായി യാക്കോബ് പറഞ്ഞത്. എല്ലാ ദിവസവും വെട്ടി തുറക്കുമ്പോൾ കാണുന്നത് മോന്റെ വസ്ത്രമാ, മരിച്ചുപോയി. പൊത്തിഫേറിന്റെ വീട്ടിലിരിക്കുന്ന വസ്ത്രം വിളിച്ചു പറയുന്നു, അവൻ പാപം ചെയ്തെന്ന. ഹല്ലേലൂയ. എന്നാൽ ദൈവം ഒരു ദിവസം ഇതെല്ലാം കീറിക്കളഞ്ഞു. ദൈവത്തിന്റെ തീ ഇറങ്ങി അതെല്ലാം കത്തിച്ചു കളഞ്ഞു. ആമേൻ. 105-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, ആമേൻ, രാജാവ് ആളയച്ചു അവനെ വിടുവിച്ചു. അവനെ രാജസന്നിധി കൊണ്ടുവന്നപ്പം രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളത് മനസ്സിലാക്കണം. ആ വാക്യം നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പിന്നീട് വായിച്ചാൽ മതി. ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരു മനുഷ്യൻ വേറെ ഉലകത്തിൽ ഇല്ലെന്നവർ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവാത്മാവുള്ള ഇവനെ പോലെ ഒരു മനുഷ്യൻ ഇവിടെ എങ്ങും, ഈ രാജ്യത്തെങ്ങും, ഈ ലോകത്തിലെങ്ങും ഇല്ലെന്ന് അവിടെ പറഞ്ഞെങ്കിൽ അടുത്ത വാക്ക്, സഹോദരങ്ങൾ അവന്റെ വാക്ക് കേട്ടില്ലല്ലോ, പൊത്തിഫേർ അവന്റെ വാക്ക് കേട്ടില്ലല്ലോ. ദൈവം ഓർഡർ ഇടുക. രാജാവ് ഇപ്പൊ പറഞ്ഞു, ഇവൻ പറഞ്ഞിട്ടല്ലാതെ ഒരുത്തനും കൈയോ കാലോ അനക്കരുത്. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ചിലരോടൊക്കെ ദൂത് പറയുക. എന്റെ ദാമൻ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഈ ടീമിനോട് കർത്താവ് പറയുക, നമ്മുടെ ശബ്ദം കേൾക്കാൻ ആളുകൾ കാത്തിരിക്കും. നോക്കണേ, ജോസഫിന്റെ ദൈവം ഇങ്ങനെയാണെന്നറിയാമോ? ഹല്ലേലൂയ. അവിടെ വ്യക്തമായി നാം മനസ്സിലാക്കുമ്പോൾ അവിടെ പറയുന്നത്, അവന്റെ വാക്ക് കേൾക്കാതെ ഇനി ആർക്കും കൈയും കാലും അനക്കാൻ പറ്റത്തില്ല.
അപ്പൊ അത് മിസ്രൈമി മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കാം. പക്ഷെ 70 പേര് ഇപ്പൊ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിട്ടുണ്ട്. ഇവന്റെ വാക്ക് അവർ കേട്ടേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. 70 പേരും അവന്റെ മുൻപിൽ വണങ്ങി നമസ്കരിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ. എന്നാൽ യാക്കോബിനോടുള്ള വാഗ്ദത്തം എന്താണെന്നറിയാമോ? രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരായിരിക്കും. യെശയ്യാ പ്രവാചകൻ പറയുന്നത്, രാജാക്കന്മാർ നിന്റെ പോറ്റപ്പന്മാരായിരിക്കും, അവർ നിന്നെ വണങ്ങി നമസ്കരിക്കുമെന്ന. ജോസഫിനോടുള്ള വാഗ്ദത്തം അത് തന്നെയാ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാഗ്ദത്തം കൂടെ ഒന്നിക്കണ്ടേ? യാക്കോബിന്റെ വീട്ടിൽ നിന്ന് ജോസഫ് അയച്ച രഥം വന്നു, കൊട്ടാരത്തിൽ വന്നു നിന്നപ്പം ജോസഫ് രഥത്തിൽ കയറി. ആമൻ. ഈ രണ്ട് രഥങ്ങൾ തമ്മിൽ സമ്മേളിക്കുക. ഇന്ന് ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ചിലരോട് വിളിച്ചു ദൂത് പറയുന്നത്, ചില വാഗ്ദത്ത രഥങ്ങൾ തമ്മിൽ സമ്മേളിക്കുന്ന മീറ്റിംഗ് ആണ് ഇന്നത്തെ മീറ്റിംഗ്. ഹല്ലേലൂയ. യാക്കോബ് ജോസഫ് അയച്ച രഥം കണ്ട് ചൈതന്യം വന്നതുപോലെ ചില മറുപടികൾ കണ്ട് ചൈതന്യം വരത്തൊക്കവണ്ണം ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. എന്നാൽ ആവർത്തന പുസ്തകം 33-ാം അധ്യായത്തിന്റെ 16-17 വാക്യം ഞാൻ വായിക്കുന്നില്ല. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം ജോസേഫിന്റെ ശിരസിലും അതവന്റെ സഹോദരന്മാരുടെ പ്രഭുവായവന്റെ നെറുകമേലും ഇറങ്ങിയെന്ന. അപ്പൊ ജോസഫ് ഒരു നല്ല താമരയാ, വിടരാൻ പറ്റുന്നില്ല. വില്ലാളികൾ അവനെ എഴുതിരിക്കുക, അവനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുക, 4 ചുറ്റും മതില. പക്ഷെ അതിനകത്ത് എങ്ങനെ വിടരാൻ പറ്റും? മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം അവന്റെ ശിരസിലിറങ്ങി. അതവന്റെ സഹോദരന്മാരുടെ പ്രഭു ആരാ? ജോസഫ് തന്നെ. അവന്റെ നെറുകമേലതിറങ്ങി. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ നടുവിൽ വിടർന്ന് ശോഭിച്ച് ഒരു സൗരഭ്യമുള്ള ഒരു നല്ല താമരയായിട്ട് തന്നെ പുറത്തു വന്നെങ്കിൽ, ചുടലമന രഗതന ശംദൽഖരാധര വൈശപ്രമാനതൽഖര, പരിശുദ്ധാത്മാവ് പറയുക ഹല്ലേലൂയ, പടരത്തില്ലെന്ന് പറയുന്നിടത്ത് യോസേഫിനോടുള്ള വാഗ്ദത്തം ഉൽപ്പത്തി 49 നിങ്ങളൊന്ന് വായിച്ചു നോക്കണം ദൈവമക്കളെ. അവിടെ എന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? അവന്റെ പിതാക്കന്മാരുടെ അനുഗ്രഹം അവന്റെ ജനകന്മാരുടെ അനുഗ്രഹത്തെക്കാൾ ശാശ്വത ഗിരിയുടെ അറ്റം വരെ പടർന്നു കിടക്കുക. അപ്പൊ അത്രയും വലിപ്പമുള്ള ആർക്കും അളക്കാൻ കഴിയാത്ത അനുഗ്രഹമാണ്. പക്ഷെ അവനിപ്പോ എവിടെയാ? മുള്ളിനിടയിൽ കിടക്കുന്ന ഒരു താമരയെ പോലെ. പക്ഷേ ഈ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ വന്നു. മുൾപ്പടർപ്പിൽ വസിച്ചവന്റെ പ്രസാദം അവന്റെ മേൽ വന്നു. ആ ശക്തി അവന്റെ മേൽ വന്നപ്പോൾ രാജാവിന് മനസ്സിലായി, ദൈവാത്മാവുള്ളവനാണിവൻ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ ഒരാളിനെ നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 21-ാം വാക്യം. ഒരു കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്ക് വന്നില്ലേ? ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞു നിർത്താം. ഈ കനാന്യ സ്ത്രീ യേശുവിന്റെ അടുക്കൽ വരുമ്പോ നോക്കണേ, യേശു അവളുടെ വാക്ക് കേട്ടില്ല, അവളോട് ഒന്നും മിണ്ടിയില്ല. മർക്കോസ് പറയുമ്പോ പറയുന്നത് അവളെ യേശു അന്നത്തെ ദിവസം ആരും കാണാതിരിക്കാൻ മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചെന്ന. അപ്പം മർക്കോസ് പറയുന്നു യേശു മറഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു. ലൂക്കോസ് പറയുന്നു യേശു അവളോട് ഒന്നും മിണ്ടിയില്ല. അടുത്തത് ലൂക്കോസ് തന്നെ പറയുന്നു, കാണാതെ പോയ ആടുകളെ തേടി വന്നതാ ഞാൻ എന്ന് യേശു പറഞ്ഞു. മിണ്ടാതിരുന്ന കർത്താവ് മിണ്ടിയപ്പോ എന്താ പറഞ്ഞത്? കാണാതെ പോയ ആടിനെ തേടി വന്നു. അപ്പോഴും പ്രതീക്ഷയെല്ലാം പോയി അല്ലേ? അടുത്തത് ശിഷ്യന്മാര് പറഞ്ഞു, അവള് നമ്മളെ ഫോളോ ചെയ്യുക, അവളെ പറഞ്ഞയക്കെന്ന് പറഞ്ഞ് യേശുവിനോട് പറയുക അവളെ പറഞ്ഞയക്കാൻ. അതാ അവള് കേൾക്കുന്നത്. അടുത്തത് അവള് കേട്ട ശബ്ദം എന്താണെന്നറിയാം? ഇതെല്ലാം വായിച്ച് പറയേണ്ട ഒരു വിഷയമാണ്, പക്ഷെ ഞാൻ വേഗത്തിൽ പറയാം. ഹല്ലേലൂയ. അടുത്ത ശബ്ദം എന്താ കേട്ടെന്നറിയാമോ? യേശു അടുത്തത് പറയുമ്പോ വാ തുറക്കുമ്പോ അവള് വിചാരിച്ചു, എല്ലാം മറുപടിയായി. യേശു പറഞ്ഞത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. എനിക്കറിയത്തില്ല, ആരൊക്കെയോ തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ഇനിയും ഈ ലൈനിൽ വരുന്നവർക്കൂടെ അത് അനുഗ്രഹമാകാൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുക. ഹല്ലേലൂയ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ലെന്ന് പറഞ്ഞപ്പം അവൾ മനസ്സിലാക്കി, അവൾ നായ്ക്കുട്ടിയാ, സമ്മതിച്ചു. പക്ഷേ മക്കളെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ജനമല്ലയോ? പൗലോസ് റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ, നമുക്ക് ആരാധനയില്ല, പിതാക്കന്മാരില്ല, വാക്തത്വമില്ല, യേശു അവരിൽ നിന്നാണ്. പക്ഷേ വാക്തത്വം എവിടാണെന്ന് പൗലോസ്
അവൻ അവിടെ വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. ആമേൻ, നമ്മൾ ആ വാക്തത്വ സന്തതി. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, നമ്മള് വാക്തത്വ പ്രകാരം ജനിച്ചവരായതുകൊണ്ട്. വേഗത്തിൽ ഞാൻ പറയാം, ഇതൂടെ കേട്ടപ്പം അവൾ എന്താ ചെയ്തെന്നറിയാമോ? അവൾ പറഞ്ഞൊരു കാര്യം, ഞാൻ നായിക്കുട്ടിയാണെന്ന് സമ്മതിക്കും, പക്ഷെ യഹൂദന്മാരാൽ അല്പം കൂടെ കഴിയുമ്പോൾ നീ നുറുക്കപ്പെടാൻ പോവാ. നീ നുറുക്കപ്പെടുന്ന ഒരു അപ്പമാ, നീ എന്റെ ഉടയവനാ, ആ നുറുക്ക് കൊണ്ട് ഞാൻ പോകത്തുള്ളെന്ന് അവള് പറഞ്ഞേച്ച്, ഇത് പറഞ്ഞേച്ച് അവന്റെ കാൽക്കലോട്ട് വീണ് അവൾ ആരാധിക്കാൻ തുടങ്ങി, അവൾ നമസ്കരിക്കാൻ തുടങ്ങി. എത്ര പേര് ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ നടുവിൽ ആരാധിക്കാൻ തയ്യാറാകും? പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തെ സ്തുതിക്കാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ. അവൾ ആ കാൽക്കലോട്ട് വീണ് ആരാധിച്ചത്, അവൾ പറഞ്ഞു ഉടയവനാന്ന് പറഞ്ഞേച്ച് പറഞ്ഞു, നീ അല്പം കൂടെ കഴിയുമ്പോൾ നുറുക്കപ്പെടും. ആ നുറുക്ക് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് പിന്നെ ഒരു മർമ്മം കൂടെ യേശുവെ നിന്നോട് വെളിപ്പെടുത്താനുണ്ട്. നീ ആരാധനയ്ക്ക് യോഗ്യനാ. ഹല്ലേലൂയ. അവന്റെ കാൽക്കൽ അവൾ വീണ് ദൈവത്തെ ആരാധിച്ചപ്പോൾ യേശു അത്ഭുതപ്പെട്ടിട്ട് പറയുന്നു, നിന്റെ വിശ്വാസം വലുത്, നീ പൊയ്ക്കൊള്ളുക. ഇന്ന് ഈ സമയത്ത് ഈ പ്രാർത്ഥനയ്ക്കായി ഈ ലൈനിൽ കയറിയിരിക്കുന്ന എന്റെ ജനത്തോട് പരിശുദ്ധാത്മ പറയുന്നു, ഇനി ഇതിനകത്ത് ആമേൻ നാളുകളായി ലൈനിൽ വരുന്ന സകല ജനത്തോടും പറയുന്നു, ശമന രഗതൽക്കരാധന റീബൽക്കരാധന വൈശ്വപ്രമാണതൽക്കരാധന, നീ സമാധാനത്തോടെ മടങ്ങിപ്പോ. ഈ ദൂത് ആമേൻ പറഞ്ഞ് വിശ്വാസത്താൽ നീ മടങ്ങിക്കോ. കർത്താവ് പറയുന്നു, നീ ഇന്നലെ വരെ അസമാധാനം വരുത്തിയ, ഇന്നലെ വരെ നിനക്ക് അസ്വസ്ഥത വരുത്തിയ, ഇന്നലെ വരെ നിന്നെ തള്ളിക്കളഞ്ഞ, ഇന്നലെ വരെ നിന്റെ വാക്ക് അംഗീകരിക്കാത്ത മണ്ഡലത്തിൽ ദൈവത്തിന്റെ തീ ഇറങ്ങാൻ പോകുക. കർത്താവിന്റെ ദാസൻ ഡെന്നിസ് പാസ്റ്ററോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതെ, അദ്ദേഹം ഒരു ദൈവദാസനായി തന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രഖ്യാപിക്കാൻ പറയുക. യേശുവിന്റെ രക്തം ജയമെടുക്കുക. റിമന രഗതൽക്കരാധന ഭൂമിയുടെ മുഖത്തുനിന്ന് തുടച്ചു മാറ്റിക്കളയുവാൻ. ഓ രാമന ശബ്ദൽക്കരാധന ഒന്നല്ല ആമേൻ, പലവട്ടം പിശാച് പദ്ധതി ഒരുക്കി പ്രാണനെ എടുത്തു കളയുവാൻ വെല്ലുവിളിച്ചുകൊണ്ട് ആമേൻ ആമേൻ ഹല്ലേലൂയ അനർത്ഥങ്ങൾ വരുത്തി ആമേൻ ഹല്ലേലൂയ രോഗത്താൽ നശിപ്പിച്ചു കളയാൻ ശത്രുവിന്റെ പോർക്കളത്തിന് നടുവിൽ ആമേൻ ജീവനോടെ ഞാൻ നിർത്തിയിരിക്കുന്നത് എന്റെ മഹത്വം എനിക്ക് വെളിപ്പെടുത്തി എന്റെ ദാസനെ എന്റെ നാമത്തിന് വേണ്ടി നിർത്തി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ വേണ്ടിയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എങ്ങനെയെന്ന് നീ ചോദിക്കരുത്. എന്നെ കൊണ്ടത് കഴിവുണ്ടോ എന്ന് മോശ പറഞ്ഞതുപോലെ ഞാൻ തടിച്ച നാവുള്ളവനാണ്, ഞാൻ വിക്കനാണെന്ന് മോശ പറഞ്ഞപ്പോൾ മോശയോട് ദൈവം പറഞ്ഞത്, സകല മനുഷ്യർക്കും നാവ് കൊടുത്തവൻ ഞാനല്ലയോ എന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ പറയുന്നു, മുന്നോട്ട് ഗമിക്കുക, മുന്നോട്ട് പുറപ്പെടുക. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. യഹോവയുടെ കരം കുറുതായി പോയിട്ടില്ല, യഹോവയുടെ ചെവി മന്ദമായി പോയിട്ടില്ല. ആമേൻ. ഇന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഞാൻ ഈ മീറ്റിംഗിൽ ഉത്തരം തരികയാ. ചോദിക്കുന്ന ചോദ്യം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അടുത്ത ഭാഗത്ത് അതിന്റെ ഉത്തരം എഴുതിക്കോ. എന്റെ കർത്താവ് അതിന് മറുപടി തന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ അതിന്റെ പോരിന് ഞാൻ ബ്രേക്ക് ചെയ്യുക. ഉടരമന ശന്തൽക്കരാധന റീബൽക്കരാധന വൈശ്വപ്രമന. കർത്താവേ, ഈ ജനത്തെ മുഴുവൻ അടി നിന്റെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗിന്റെ മുൻപിൽ നിൽക്കുന്ന കുടുംബത്തെ നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, പാടിയ നിന്റെ ദാസനെ കുടുംബത്തെയും പ്രാർത്ഥിച്ച പ്രിയ മമ്മിയെയും കർത്താവ് ഇതിനകത്തുള്ള സകലരും നിന്റെ കരുത്തിൽ ഏൽപ്പിക്കുന്നു. ഇനി ആരൊക്കെ ഈ ലൈനിൽ വന്നാലും അവരുടെ മേലെല്ലാം ദൈവത്തിന്റെ വിടുതല് വെളിപ്പെട്ടു വരുവാൻ ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ. അതിന്റെ പിന്നിലുള്ള പോരുകളെ ഞാൻ ശാസിക്കുന്നു. ദൈവകൃപയുടെ മറവിൽ അവിടുന്ന് മറയ്ക്കണം. കർത്താവ് വിടുതൽ അയച്ചിരിക്കുന്നതിനായി സ്തോത്രം. മഹത്വം പങ്കെടുക്കണമേ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ആമേൻ. നോക്കണേ, അന്തഃപുരത്തിലെ രാജകുമാരി ശോഭ പരിപൂർണതയുള്ളതാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവുകൾ കൊണ്ടത്. അവളുടെ ചിത്രത്തയിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരും അവളോടുകൂടെ നടക്കും. ആമേൻ. നോക്കണേ, ഹല്ലേലൂയ. സന്തോഷത്തോടും ഉല്ലാസത്തോടും അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. രക്ഷയുടെ നിർണയം പ്രാപിച്ച ദൈവ പൈതലേ, നാം
തിരശ്ശീലയ്ക്ക് മറയാനുള്ള സമയം ഏറ്റവും ആസന്നമായി. ഹല്ലേലൂയ. രക്ഷയുടെ നിർണയം നാം പ്രാപിച്ചിട്ട്, ആ ജീവനുള്ള ദൈവത്തിന്റെ സന്ദേശം നാം കേട്ടിട്ട്, ഇനി നാം തിരശ്ശീലയ്ക്ക് മറയുവാൻ ആ രാജസന്നിധിയിൽ എത്തുവാൻ സമയം ഏറ്റവും ആസന്നമായി. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. അവന്റെ ശബ്ദം കേൾക്കുവാൻ നമുക്ക് ഒരുങ്ങാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ടീമിനോട്, പ്രിയ കർത്താവിന്റെ ദാസിയോടും ദാസനോടും ഈ ടീമിലുള്ള എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ട്. മുള്ളിനിടയിൽ താമര വിടരും, അതിന്റെ സൗരഭ്യം പരത്തും, അനേകരത് അറിയും. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.